Hello, good morning. Good morning, Miss. Good morning. Good morning. Good morning, Miss. Good morning. Yes, are you ready? Ready ആണോ എല്ലാരും? Ready, Miss. Yes, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഫേസസ് ഓഫ് ഡിസാസ്റ്റർ അതാണ് പഠിച്ചു നിർത്തിയത് അല്ലെ. ഡിസാസ്റ്ററിന്റെ ഡിഫറെന്റ് ഫേസസ്, 4 ഫേസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് റിഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫേസ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല, 5 ഉണ്ട്, പക്ഷെ അതിവിടെ തന്നിട്ടില്ല. നമുക്ക് 4 ഫേസസ് ആണ്. കാരണം എന്താ പറയാ, അതാണ് ഹോസ്പിറ്റലുമായിട്ട് കുറച്ചൊക്കെ എന്താ പറയാ റിലേറ്റ് ചെയ്യുന്ന കുറെ ഫേസസ്. അതുകൊണ്ടാണ് ആ 4 ഫേസസ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ പോയിന്റിൽ നമുക്ക് അവിടെ ഓൾറെഡി തന്നിരുന്നു അല്ലെ. അതുപോലെ എന്താ പറയാ 4 ഫേസസ് നമ്മൾ കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ജനറൽ കൺസിഡറേഷൻസ്, ചില പ്രധാന കരുതലുകളാണ്, ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ നോട്ടിഫൈ ചെയ്യേണ്ട. അതായത് ഡിസാസ്റ്റർ ഒക്കെ or at the emergence of a disaster, what are the general considerations to be noted, or what are to be taken into considerations, what precautions have to be taken, and who are or the group of persons who are to be prepared. അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ജനറൽ ആയ കാര്യങ്ങൾ. അത് ആരൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. See, the person is those who have to be prepared. ഒരു ഡിസാസ്റ്റർ ഒക്കെ ഇത് കഴിഞ്ഞിട്ടല്ല അയ്യോ നീ ചെയ്യ് അല്ലെങ്കിൽ അവര് ചെയ്യ് ഇങ്ങനെ ചെയ്യ് നിങ്ങൾ ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറയേണ്ടത്. there should be a plan. നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ അതിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യും. നേരത്തെ കൂടി കുറെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കണം. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അപ്പൊ ചെയ്താൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം there will be a mass influx of casualties to the hospitals. ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടേക്ക് ഒരു എന്താ പറയാ ഒരു കാഷ്വാലിറ്റീസിന്റെ ഒരു ഒഴുക്കായിരിക്കും. ഇൻഫ്ലക്സ് മീൻസ് ഒഴുക്കായിരിക്കും ഉണ്ടാകുക. അപ്പൊ ആ ഒഴുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് വി കനോട്ട് കൺട്രോൾ ദം അല്ലെ. ഈ പറയുന്ന ഒരാള് 2 ആള് ഇടയ്ക്കടി പടക്കൊക്കെ വരുന്നത് പോലെയല്ല ഇങ്ങനെ പെടപെടേന്ന് പേഷ്യൻസിനെ ഡിസാസ്റ്ററിൽ നിന്ന് എന്താ പറയാ നമ്മള് അവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന വിക്ടിംസിനെയൊക്കെ അവിടുന്ന് രക്ഷപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കുമ്പോ അയ്യോ ഇങ്ങനെ കൊണ്ടെങ്കിലേ കുറച്ച് കൊണ്ടുപോകാന്നൊക്കെ പറയാൻ പറ്റില്ല. ഈച്ച് ആൻഡ് എവറി ലൈഫ് ഇസ് വാല്യൂബിൾ. നമുക്കറിയാം ഓരോ ജീവനും വിലപ്പെട്ടത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെയൊക്കെ നമുക്ക് തിരിച്ച് അവരെ സർവൈവ് ചെയ്യിപ്പിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി ആണ് ബാക്കിയുള്ളവര് എല്ലാവരും അതിനകത്ത് പറ്റാവുന്നവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിനെ എത്രയും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഡിസാസ്റ്ററിനെ മാനേജ് ചെയ്യാൻ പറ്റും. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കേണ്ട ഒരിടമാണ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ സെന്റേഴ്സ്, ഹോസ്പിറ്റൽസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഡിസാസ്റ്ററിന്റെ ചില ജനറൽ കൺസിഡറേഷൻസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത് കേട്ടോ. ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ടില് വേണമെങ്കിൽ ഞാൻ മ്യൂട്ട് ചെയ്യാം, കൊടുക്കാം. സൗണ്ട് കേൾക്കുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾക്ക് എക്കോ വരും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ നമുക്കറിയാം. വെൻ എ ഡിസാസ്റ്റർ ഇപ്പൊ ക്ലിയർ ആയി അല്ലെ. ഓക്കെ, അപ്പൊ വെൻ എ ഡിസാസ്റ്റർ ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത് there will be some extension of emergencies in hospital. ഹോസ്പിറ്റൽസിൽ സാധാ നടക്കുന്ന നോർമൽ കേസസിൽ
നടക്കുന്ന എമർജൻസി കേസസിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു എക്സ്റ്റൻഷൻ ഓഫ് സർവീസസ് ഷുഡ് ബി പ്രൊവൈഡഡ്. അന്നേരം നമ്മളിപ്പോ സാധാരണ ഒരു കാഷ്വാലിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരു വൺസ് ഇൻ എ ഡേ ചിലപ്പോ ആണെങ്കിൽ ഒരു 3 4 5 അല്ലെ അത്രയും കാഷ്വാലിറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 20 അത്രയും ആയിക്കോട്ടെ, ഇത്രയൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ there will be time, enough time to treat each and every casualty patients. വരുന്ന കാഷ്വാലിറ്റി പേഷ്യൻസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ ആവശ്യത്തിന് സമയത്ത് ട്രീറ്റ് ചെയ്യാനുള്ള സമയവും റിസോഴ്സസും പ്രൊഫഷണൽസും ഒക്കെ അവൈലബിൾ ആയിരിക്കാം. പക്ഷേ ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന സർവീസസ് പോരാ. there should be some extension. എന്തുണ്ടായിരുന്നു കുറച്ചുകൂടി എന്താ പറയാ എക്സ്റ്റെൻഡ് ചെയ്ത രീതിയിൽ സർവീസസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് വേണം? there should be adequate resources. ആവശ്യത്തിന് റിസോഴ്സസ് വേണം, അതുപോലെ തന്നെ ആവശ്യത്തിന് പ്രൊഫഷണൽസ് വേണം. അപ്പൊ ഒരു നോർമൽ വർക്കിംഗ് സിസ്റ്റം ഓഫ് എ ഹോസ്പിറ്റൽ വിൽ നോട്ട് ഫങ്ഷൻ പ്രോപ്പർലി അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ. ഈ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്തരം നോർമൽ വർക്കിംഗ് സിസ്റ്റവുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ there will be sudden demand in the system. ഈ ഒരു കാഷ്വാലിറ്റി സിസ്റ്റത്തിൽ ഒരു നല്ല ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഷുഡ് ബി ടേക്കൺ. ഓക്കെ, ഒരു മിനിറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും അല്ലെ ഇത്തരം സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റൽസ് എന്താണ് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് അവർ അതിനുള്ള പ്രിപ്പറേഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ സോ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹാവ് ടു ഡെവലപ്പ് സം ഹെൽത്ത് കെയർ, അതായത് അവരുടെ ഹോസ്പിറ്റൽസിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഇപ്പൊ നമ്മുടെ അവിടുത്തെ പേഴ്സണൽസ് മീൻസ് സ്റ്റാഫുകൾ, ജോലിക്കാരായിട്ടുള്ള നഴ്സുമാരായിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, എല്ലാവരും അവരുടെയൊക്കെ ആവശ്യകത അനുസരിച്ച് എത്ര പേരൊക്കെ വേണ്ടി വരും. അപ്പൊ ഒരു ഡിസാസ്റ്റർ ഉണ്ടായെങ്കിൽ ഇങ്ങനെ ഇന്ന വിഭാഗത്തിൽ നിന്ന് ഇപ്പൊ നേഴ്സ് അങ്ങനെയുള്ള സ്റ്റാഫുകൾ എത്ര പേര് വേണ്ടി വരും, ഏതൊക്കെ ടൈപ്പ് ഓഫ് നഴ്സസ് വേണ്ടി വരും അല്ലെ, അതൊക്കെ നേരത്തെ കൂട്ടി they have to make some estimation. അതിനെ കുറിച്ച് എന്തുണ്ടാക്കണം? എസ്റ്റിമേഷൻ തയ്യാറാക്കണം അല്ലെ, എത്ര പേരൊക്കെ ഏകദേശം വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള തയ്യാറെടുപ്പുകൾ ആൻഡ് ഓൾസോ വാട്ട് വിൽ ബി ദ റിസോഴ്സസ് അവൈലബിൾ, എന്തൊക്കെ റിസോഴ്സസ് നമുക്ക് ഉണ്ടായിരിക്കണം ആ ഒരു സമയത്ത്, ഏത് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഏത് പർട്ടിക്കുലർ പ്രദേശത്ത് ഒക്കെ ചെയ്യുന്നത് നമുക്ക് നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. മിക്കവാറും എന്താ പറയുക ഡിസാസ്റ്റേഴ്സ് അൺപ്രഡിക്റ്റബിൾ ആണ്, വളരെ കുറച്ച് മാത്രമേ നമുക്ക് നേരത്തെ കൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ to avoid any type of bewilderment or confusion, ആശയക്കുഴപ്പങ്ങള്, സംശയങ്ങള് ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോ അല്ല എന്താ പറയാ അതൊക്കെ ഒഴിവാക്കാൻ ഡിസാസ്റ്റർ ഇങ്ങനെ അയ്യോ ഡിസാസ്റ്റർ എവിടെ ഇന്ന സ്ഥലത്ത് പെട്ടെന്ന് ഇല്ലാതെ ഒരു ദുരന്തം വന്നിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ നമ്മളിങ്ങനെ വിഭ്രാന്തിയിൽ പെട്ട് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് കാര്യമുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ദ ടൈം ടു ആക്ട്. അതായത് നമുക്ക് പ്രവർത്തിക്കേണ്ട സമയവും. പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ച് ആൾക്കാരും വേണം, റിസോഴ്സും വേണം. അതെല്ലാവർക്കും അറിയാലോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ, എന്തെങ്കിലും സംശയം ഒന്ന് നോക്കിയിട്ട് വേഗം പറയാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാരഗ്രാഫ് ഇൻ ജനറൽ കൺസിഡറേഷൻസ് എന്നിട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. 2 കുഞ്ഞു പാരഗ്രാഫ് ആണ് പറഞ്ഞത്. വായിച്ചു കഴിഞ്ഞാൽ പറയാം, സംശയമില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. അണ്ടർലൈൻ ചെയ്യാനുള്ളത് അതിനുശേഷം പറയാം. ഓക്കെ ആണോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഡിസാസ്റ്റർ management can be considered as an extension of emergency situations of medical care institutions on a large scale. വൻതോതില്
നമ്മുടെ ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ സർവീസസ്, എമർജൻസി സർവീസസ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു സമയമാണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് certain professional qualities have to be developed among the local health care and medical care personnel, especially the ability to estimate the requirements. അതായത് എത്രത്തോളം റിക്വയർമെന്റ്സ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ റിസോഴ്സസ് ആവശ്യമുണ്ട്, which is the essential means of. അപ്പൊ നമുക്ക് ഇത് ആവശ്യമുള്ളത് എബിലിറ്റി ടു എസ്റ്റിമേറ്റ് റിക്വയർമെന്റ്സ് ആൻഡ് അവിടെ തുടങ്ങിയാണ് അണ്ടർലൈൻ ചെയ്യുന്നത്. എസ്പെഷ്യലി എന്ന് പറയുന്ന വേർഡ് വേണ്ട, അതിന്റെ താഴെ അത് കഴിഞ്ഞിട്ടുള്ള വേർഡ് പറയും. The ability to estimate the requirements and resources, which is the essential means of avoiding bewilderment and confusion when the disaster alert is sounded. ഡിസാസ്റ്റർ ദുരന്തത്തിനെ കുറിച്ചുള്ള ജാഗ്രത എന്താ പറയാ പറയുമ്പോ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻസും ആശയക്കുഴപ്പങ്ങളും പരിഭ്രാന്തിയും വിഭ്രാന്തിയും ഒക്കെ ഒഴിവാക്കാനായിട്ട് എന്താണ് നമുക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എബിലിറ്റീസ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ സ്റ്റാഫ് ഉണ്ട്, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം. ഓക്കെ, യെസ്. അടുത്തത് ഇനി ആരൊക്കെയാണ് ഈ ഹോസ്പിറ്റലിൽ ഇത്തരം ഡിസാസ്റ്റേഴ്സ് അലേർട്ട് സൗണ്ട് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കാൻ വി ഹാവ് ടു ആക്ട്, ഇറ്റ് ഈസ് ദ ടൈം ടു ആക്ട് എന്ന് പറയുന്ന ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കാനും അതിൽ ആരൊക്കെ വേണം എന്നുള്ളതൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇനി അടുത്ത പാരഗ്രാഫിൽ കേട്ടോ. മെഡിക്കൽ സൂപ്പറൈൻഡന്റ് അതൊക്കെ ഒന്ന് ഓർത്ത് നോട്ട് ചെയ്ത് വെക്കുക. അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ്. മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന മെഡിക്കൽ സൂപ്പറൈൻഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, റെസിഡന്റ് ഫിസിഷ്യൻ ഓർ സർജൻ, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും, പിന്നെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്, ഇവരെല്ലാം ഷുഡ് ബി പ്രസന്റ് അറ്റ് ദ ഹോസ്പിറ്റൽ അറ്റ് ദ ടൈം ഓഫ് എ ഡിസാസ്റ്റർ അലേർട്ട് ഈ സൗണ്ട്. ഒരു ഡിസാസ്റ്റർ അലേർട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് പോലെ വരും ഹോസ്പിറ്റൽസിൽ, ഇത് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടെന്ന്. അല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, കാരണം ഈ കണ്ടമാനം ജോലിക്കാരൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. മേ ബി ഒരു അറൌണ്ട് 500 ആൾക്കാരൊക്കെ ഒരു ആവറേജ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ വിഭാഗത്തിലുമായിട്ട്. അപ്പൊ ഈ വിഭാഗങ്ങളിലേക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ചെല്ലണം അല്ലെ. ഒരു കാര്യം ഒരു ഹോസ്പിറ്റലിൽ നടക്കണമെങ്കിൽ ചിലപ്പോ അതിനെ കുറിച്ചുള്ള ഇങ്ങനെ പറഞ്ഞ ആളുകളിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോ വൈകുന്നേരവും അങ്ങനെ നിന്നത് കാര്യമില്ലല്ലോ അല്ലെ. ഡിസാസ്റ്റർ അവിടെ there is no time to waste. ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം മിനിറ്റുകൾക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ട് അലേർട്ടായിട്ട് അവര് പെട്ടെന്ന് തന്നെ ആ ഹോസ്പിറ്റലിൽ ആ സമയത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് എടുത്തു പറയുന്ന ആളുകളുടെ പേരുകൾ നോട്ട് ചെയ്യുക. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ദെൻ റെസിഡന്റ് ഫിസിഷ്യൻ. ആരാണ് ഈ റെസിഡന്റ് ഫിസിഷ്യൻ? വെറുതെ എന്താ പറയാ, ഇപ്പൊ ഡോക്ടർ ആകാൻ പഠിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടീസിന് വേണ്ടി വന്നിരിക്കുന്നു, ഇങ്ങനെയുള്ളവരല്ല. ലൈസൻസ്ഡ് ഡോക്ടറാണ്. അതായത് ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ്. അതായത് ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടറിനെയാണ് നമ്മൾ റെസിഡന്റ് ഫിസിഷ്യൻ എന്ന് വിളിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർ വേണം. പിന്നെ സർജൻസ് ഉണ്ടെങ്കിൽ അവർ വേണം. സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്, ഏതാ സ്വിച്ച് ബോർഡ് നമ്മുടെ കറണ്ടിന്റെ ആണോ? അല്ല, ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ് ആണ് കേട്ടോ. അവരെയാണ് നമ്മൾ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ് വിളിക്കുക. ഇവരെല്ലാവരും കൃത്യമായിട്ട് ആ സമയത്ത് പ്രസന്റ് ആയിരിക്കണം. എപ്പോഴ്? വെൻ ഡിസാസ്റ്റർ അലേർട്ട് ഈസ് സൗണ്ടഡ്. മനസ്സിലായോ? ഇവരാണ് മറ്റുള്ളവരെ, കീ പേഴ്സണൽസ്. ഇവരാണ് തീർച്ചയായിട്ടും മറ്റ് ഹോസ്പിറ്റൽസിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ മറ്റുള്ളവരെയൊക്കെയോ എന്ത് ഇങ്ങനെ ഒരു ഡിസാസ്റ്ററിന്റെ ഹോസ്പിറ്റലിന്റെ പരിസരത്തുള്ള സ്ഥലത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയിപ്പ് കൊടുക്കേണ്ടവർ ഇവരാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ബിക്കം ദ കീ പേഴ്സണൽ ഹു should notify other key personnel in all the departments. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ഈ പാരഗ്രാഫ് ഫുള്ളും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, നമ്മളുടെ റെസിഡന്റ് ഫിസിഷ്യൻ, സർജൻ, പിന്നെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റേഴ്സ്, ഇവരെല്ലാം തന്നെ ഷുഡ് ബി പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ അലേർട്ട് സൗണ്ട് അല്ലെ. ഡിസാസ്റ്റർ അലേർട്ട് സൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും ഉണ്ടായിരിക്കണം. ഇവരാണ് ദ കീ പേഴ്സണൽസ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട ജോലിക്കാർ തന്നെയാണ് ആരെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിലേക്കൊക്കെ ഇൻഫോർമേഷൻസ്, നോട്ടിഫിക്കേഷൻസ് പാസ് ചെയ്യാനുള്ള ആളുകൾ.
എന്ന് പറയുമ്പോൾ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് വരും? ഓപ്പറേഷൻ തിയേറ്റർ വേഗം അറേഞ്ച് ചെയ്തോ. കാരണം ഈ കൊണ്ടുവരുന്ന മാസ് കാഷ്വാലിറ്റീസിനെ ചിലപ്പോൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ വേണ്ടവരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ നമ്മളപ്പോ എന്ത് ചെയ്യണം? അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ വേക്കന്റ് ആയിട്ട് വേണം. ചിലപ്പോൾ അവിടെ ഓപ്പറേഷൻസ് ഓൺ ഗോയിങ് ആയിരിക്കും, ചില നല്ല സർജറി ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ, പിന്നീട് പറയുക. പിന്നെ അപ്പൊ പറയാം. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ടില്ല. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ബ്ലഡ് ബാങ്ക്, ഒത്തിരി ബ്ലഡ് ഒക്കെ ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ടൊക്കെ ഒത്തിരി ആളുകളെ കൊണ്ടുവരും. ഹെഡ് ഇഞ്ചുറീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസിലോ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ ലോസ് ചെയ്ത് പോകുന്ന ഒരു ആളുകളുണ്ടാകും. അപ്പൊ ബ്ലഡ് കൊടുക്കേണ്ടി വരും. സോ ബ്ലഡ് ബാങ്കിലും അറേഞ്ച്മെന്റിന് വേണം. ലബോറട്ടറി, റേഡിയോളജി, മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ് സർവീസ്, പിന്നെ മെയ്ട്രൺ ഓർ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, അതായത് നഴ്സുമാരുടെ എന്താ പറയാ ഏറ്റവും ഹെഡാണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റോ അല്ലെങ്കിൽ മെയ്ട്രനോ. ഇവര് എല്ലാവരും പെട്ടെന്ന് തന്നെ ഇവരെയൊക്കെ അറിയിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആൾക്കാരെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണൽസിലേക്കും ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് പാസ് ചെയ്യണം. എപ്പോ? വെൻ ഡിസാസ്റ്റർ അലേർട്ട് ഈസ് സൗണ്ടഡ്. ക്ലിയർ ആയോ? അവർ സെന്റൻസ് സച്ച് എ ബിഗ് സെന്റൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു പാരഗ്രാഫിലെ. ഓക്കെ. And this matrons, ഇനി ഈ മെട്രൻസ് ആണ് അവരുടെ കീഴിലുള്ള ഓരോ വാർഡിലെയും അല്ലെങ്കിൽ മറ്റ് വാർഡുകളിലൊക്കെയുള്ള നഴ്സസിനെയൊക്കെ എന്താ പറയാ ഈ കാഷ്വാലിറ്റീസിനെയൊക്കെ റിസീവ് ചെയ്യാനായിട്ട് വേഗം ചെല്ലാനായിട്ട് പറയേണ്ടത് മേട്രൻ ആണ്. മേട്രൻ അവർക്ക് അനുമതി കൊടുക്കണം. അവര് എന്താ പറയാ വേഗം ചെയ്തിട്ട് അനുമതി കൊടുക്കാനല്ല, അവര് ആക്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ നഴ്സസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്ത് കുറച്ചു പേരെയൊക്കെ ഈ പറയുന്ന വാർഡിലേക്കും കുറച്ചു പേരെയൊക്കെ ഇവിടേക്കൊക്കെ എവിടേക്കാണ് ഈ എന്താ പറയാ രോഗികളെ കൊണ്ടുവരുന്നത് അവിടെ റിസീവ് ചെയ്യുന്ന സമയത്ത് ഇവരെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷയ്ക്ക് നഴ്സുമാർ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? നമ്മുടെ മേട്രൻ ആയിരിക്കും. മേട്രന്റെ ആ ഒരു എന്താ പറയാ ഗൈഡൻസിലായിരിക്കണം. Matron should activate all wards, എല്ലാ വാർഡ്സിനെയും, and also start deciding on the wards for receiving casualties. കാഷ്വാലിറ്റീസിലേക്ക് കൊണ്ടുവരും. കാഷ്വാലിറ്റീസിനെ കൊണ്ടുവരുമ്പോൾ അവരെയൊക്കെ റിസീവ് ചെയ്യാനും എവിടേക്കൊക്കെ മാറ്റണം. കാരണം ചിലപ്പോൾ വാർഡൊന്നും ഒഴിവുണ്ടാവില്ല. അപ്പൊ അത് അറേഞ്ച് ചെയ്യണം. കുറെ ആൾക്കാർ അവിടെ ഇൻപേഷ്യൻസ് ആയിട്ട് കിടക്കായിരിക്കും. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യണം. ഇൻപേഷ്യൻസ് ആയിട്ട് ഓൾറെഡി കിടക്കുന്നവരെ കിടക്കെടുത്ത് പൊക്കോളാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അതില് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളവർ അവിടെ തന്നെ നിർത്തണം. കുറച്ച് പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു 50% അല്ലെങ്കിൽ ഒരു 40% ഒക്കെ രോഗം വേഗമായി പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു ബെഡ് കപ്പാസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ സോ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇവിടെ മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് വാർഡ്സിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ ചെയ്യണം. ഇനി മാത്രമല്ല ഫ്രം എവറി ഡിപ്പാർട്ട്മെന്റ് ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് സ്റ്റാഫ് മെമ്പേഴ്സ് എത്ര പേരുണ്ടോ അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സിനെയൊക്കെ അവിടെ ഹോസ്പിറ്റലില് ആ ഒരു കോളില് ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ അലേർട്ട് ഉണ്ടായി എന്നുള്ള ഒരു കോള് സൗണ്ട് ചെയ്യുന്ന സമയത്ത് വിതിൻ 15 to 20 minutes 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ എല്ലാവരും ഈ പറയുന്ന സ്ഥലത്തെത്തണം. എവിടെ കാഷ്വാലിറ്റീസിനെ കൊണ്ടുവരുന്നോടത്തേക്ക് എത്തണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. The maximum number of staff in the above departments, നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിലെ അവിടെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിലെ എല്ലാ സ്റ്റാഫുകളും തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ ഈ എവിടേക്ക് അവരെ നിൽക്കുകയാണോ എവിടെയാണെങ്കിലും ആ പറയുന്ന സ്ഥലത്തേക്ക് കൃത്യമായിട്ട് 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ എത്തിയിരിക്കണം എന്നാണ്. ക്ലിയർ ആണല്ലോ? സോ പാരഗ്രാഫ് ഫുള്ള് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മാക്സിമം അതിൽ നിന്ന് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഓക്കെ, യെസ്. Yes, then ini the medical superintendent or the member of medical staff. അതായത് നമ്മുടെ മെഡിക്കൽ സ്റ്റാഫിന്റെ മെമ്പറോ അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് നമ്മുടെ എന്താ പറയാ ഈ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ സ്റ്റാഫ് മെമ്പർ, ഇവര് ആണ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റർമിനിങ് ദ ട്രീറ്റ്മെന്റ് ആൻഡ് ഇവാക്യുവേഷൻ. അതായത് ഏതൊക്കെ ഈ പറയുന്ന കൊണ്ടുവരുന്ന പേഷ്യൻസിനെ വിക്ടിംസിനെ, അതായത് ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന വിക്ടിംസിനെ ആരെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റിലേക്ക് വിടേണ്ടത്, ആരെയൊക്കെ നമ്മൾ മാറ്റി അവരൊന്ന് എവിടെയെങ്കിലും ഒന്ന് മാറ്റി നിർത്തണം, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരെ അങ്ങനെ മാറ്റേണ്ടത് ആര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ആരാണ്? ഒന്നുകിൽ മെഡിക്കൽ സൂപ്രണ്ട് അല്ലെങ്കിൽ മെമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫിലെ ഒരു മെമ്പർ ആയിരിക്കും, പക്ഷെ ഷുഡ് ബി നോമിനേറ്റഡ് ബൈ ദ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. ആര്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്
എന്താ പറയുക നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ സ്റ്റാഫ് ആയിരിക്കണം. വേറെ ആർക്കെങ്കിലും പറ്റില്ല. ഇദ്ദേഹം അല്ലെങ്കിൽ ആരാണോ മെഡിക്കൽ സൂപ്രണ്ടന്റ് ആരാണോ അദ്ദേഹം ആരെയാണോ നോമിനേറ്റ് ചെയ്യുന്നത് അവിടെയാണ് എന്ത് ചെയ്യേണ്ടത് ഈ ട്രീറ്റ്മെന്റിനും അതുപോലെ ഇവാക്യുവേഷനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുന്ന കാഷ്വാലിറ്റീസിന്. ആൻഡ് അങ്ങനെ വരുമ്പോ ഹിയർ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രയേജ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ട്രയേജിനാണ്. ട്രയേജിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ട്രയേജ് മീൻസ് ടു സോർട്ട് ഔട്ട്. എന്താണ് അതിന്റെ അർത്ഥം? സോർട്ട് ചെയ്യുക അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രയേജ് ചെയ്യാന്ന് പറഞ്ഞാൽ സോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ തരംതിരിക്കുക. എങ്ങനെയാ തരംതിരിക്കുന്നത്? എങ്ങനെയാ ഇവിടെ പേഷ്യൻസിനെ തരംതിരിക്കുന്നത്? എങ്ങനെയാ? അത് അക്കോർഡിംഗ് ടു ദയർ സിവിയറിറ്റി ഓഫ് ദ ഡിസീസസ്. അവർക്ക് വന്നിരിക്കുന്ന ഇഞ്ചുറീസിന്റെ രോഗത്തിന്റെ ഒക്കെ സിവിയറിറ്റി, അതിന്റെ ആ ഒരു എന്താ പറയാ ഗൗരവം, അതെ ആ രോഗത്തിന്റെ അല്ലെങ്കിൽ ആ പറയുന്ന ഇഞ്ചുറിയുടെ ഒക്കെ ഗൗരവം മനസ്സിലാക്കി ആണ് എന്ത് ചെയ്യേണ്ടത് ഈ സോർട്ടിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പൊ സോർട്ടിംഗ് ഇമ്പോർട്ടന്റ് ആണ് ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്. ആൻഡ് നഴ്സിംഗ് സൂപ്പറിൻഡന്റ് എന്താ പറയാ നഴ്സുമാരെയൊക്കെ അലോക്കേറ്റ് ചെയ്യാനും, നഴ്സുമാർ മാത്രമല്ല മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അലോക്കേറ്റ് ചെയ്യാനും നഴ്സിംഗ് സൂപ്പറിൻഡന്റ് തന്നെയാണ് അതിന് നേതൃത്വം വഹിക്കേണ്ടത്. അവരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ സെന്റൻസ് നമുക്ക് അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം, മൂന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. The medical superintendent or a member of the medical staff nominated by him would be responsible for determining the priority for treatment and evacuation എന്നുള്ളതും the nursing superintendent would be responsible for allocation of nursing and paramedical staff എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നിന്ന് നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓഫീസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ അവർക്കും എന്താ പറയുക ഉത്തരവാദിത്വം ഉണ്ട്. പേഴ്സൺസിനെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അലോക്കേറ്റ് ചെയ്യാൻ, ഓരോരോ ജോലി ഏൽപ്പിക്കാനൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിനും അതുപോലെ തന്നെ സ്റ്റാഫ് അവരെയൊക്കെ വിളിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാര് നൈറ്റില് വീട്ടിലാണെങ്കിലും പകൽ ഏതെങ്കിലും സമയത്താണെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നൈറ്റ് ആണല്ലോ. അപ്പൊ അവർ രാത്രി വന്നാൽ മതി ഡ്യൂട്ടിക്ക്. അപ്പൊ പകൽ അവിടെ ചിലപ്പോൾ വീട്ടില് ചിലപ്പോ റെസ്റ്റ് ചെയ്യായിരിക്കും. തീർച്ചയായിട്ടും നൈറ്റ് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ നൈറ്റ് അവര് എന്താ പറയാ ഉണർന്നിരിക്കണം ജോലി. അപ്പൊ പകൽ അവർക്ക് ഇച്ചിരി നേരം കിടന്നുറങ്ങേണ്ടേക്ക് വരും അല്ലേ. മനുഷ്യർക്ക് റെസ്റ്റ് ആവശ്യമുണ്ടല്ലോ അല്ലെ. ഉറക്കം എന്നൊക്കെ പറയുന്നത് അത്ര മണിക്കൂറൊക്കെ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് എടുക്കുന്ന ആൾക്കാരൊക്കെ ഇടയിൽ അവരെയൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തണം ഡിസാസ്റ്ററിന്റെ സമയത്ത്. അതല്ലാതെ ഓഫ് എടുത്തിരിക്കുന്നവര് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ച് അവരെ വരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാർക്കാണ്. അവരത് അതിന്റെ ചുമതല വഹിക്കണം. മറ്റുള്ളവർ അവരവരുടെ കീഴിലുള്ള സ്റ്റാഫുകളെയൊക്കെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ചൊക്കെ നിർത്തി ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് പോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. ഈ പറയുന്ന പോലെ ഡയറക്ടർ, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻഡന്റ് വുഡ് ബി റെസ്പോൺസിബിൾ ടു ഡീൽ വിത്ത്. ഇനി മാത്രമല്ല ഇവരെയൊക്കെ അറിയിക്കുക മാത്രമല്ല ഇവിടെ ഹോസ്പിറ്റലിന്റെ എന്താ പറയുക ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻഡന്റ് ഡയറക്ടർ ഉണ്ടല്ലോ, അവര് നമ്മുടെ ഈ പറയുന്ന ഇൻജേർഡ് ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും മറ്റു കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഈ എന്താ പറയാ അറിയിക്കാൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കാനും, അതുപോലെ തന്നെ എന്താ പറയാ മറ്റ് പല ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പോലീസിന്റേതായ അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ഹാൻഡിൽ ചെയ്യാനൊക്കെ നമ്മുടെ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻഡന്റ് റെസ്പോൺസിബിൾ ആണ്. ഇവരെ ഡീൽ ചെയ്യണം. പേഷ്യൻസിനെ കൊണ്ടുവന്ന് ഇപ്പൊ ആൾക്കാരൊക്കെ കൂടി ഭയങ്കര ചില സ്ഥലത്തൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലെ. ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോ എല്ലാം കൂടിയും നമ്മുടെ പേഷ്യൻസിനെ കൊണ്ടുവരുന്നു. അവിടെ അത്രയും റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ക്രൗഡൊക്കെ ഉണ്ടായിരിക്കും. അത് കൂടാതെ ഇവരെ പിന്നാലെ കുറെ ആൾക്കാരും വേണ്ടപ്പെട്ടവരാണെന്നും വേണ്ടപ്പെട്ടവരല്ലാത്തവരൊക്കെ വന്നിട്ട് വീണ്ടും അവിടെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ ഒക്കെ സൃഷ്ടിക്കും. അപ്പൊ അവരെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്പറിൻഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. ഡയറക്ടർ, deputy medical superintendent would be responsible to deal with the relatives and friends of injured and the dead, public relations and police. ഇവിടെ വരെ മതി, പോലീസ് വരെ മതി കേട്ടോ. അണ്ടർലൈൻ ചെയ്തേക്കാം. ഓക്കെ,
See, as we have said before, there will be mass casualties at the event of disaster. Disaster occur ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഭയങ്കരമായ mass casualties ആണ്. mass ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എണ്ണത്തിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഇങ്ങനെ ഇൻഫ്ലക്സ് ചെയ്തുകൊണ്ടിരിക്കും, ഒഴുകിക്കൊണ്ടിരിക്കും ഹോസ്പിറ്റൽസിലേക്ക്. അപ്പോ നമുക്കറിയാം there will be demand for treatment also. അവിടെ വരുന്ന ഈ പറയുന്ന ആളുകളെയൊക്കെ നോക്കണം, പരിശോധിക്കണം, അവർക്ക് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിന് ഡിമാൻഡ്. സോ ആ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് there should be available resources or means എന്ന് പറയുന്ന റിസോഴ്സസ് തന്നെയാണ്. ആവശ്യത്തിന് റിസോഴ്സസ് അപ്പൊ ഹോസ്പിറ്റലില് ഈ ഓരോ സ്റ്റേജിലും എമർജൻസി കൊണ്ടുവരുന്ന ആൾക്കാരെ എമർജൻസിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വേണം. അതല്ല അവിടേക്ക് എല്ലാം കേട്ടിനെ അവിടുന്ന് വേഗം തന്നെ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വേണം. അപ്പൊ ഓരോ സ്റ്റേജിലും ഷുഡ് ബി അവൈലബിൾ മീൻസ്, അവൈലബിൾ റിസോഴ്സസ് ഈ പറയുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. കാരണം ആ ഒരു ട്രീറ്റ്മെന്റ് ഡിമാൻഡ് അന്നേരം ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് ദർ ഈസ് മാസ് കാഷ്വാലിറ്റീസ്. കാരണം എന്താ, ഒത്തിരി മാസ് കാഷ്വാലിറ്റീസ് ആണ് ഹോസ്പിറ്റൽസിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് ഓൾസോ ഹാവ് ടു ഫേസ് സം പർട്ടിക്കുലർ പ്രോബ്ലംസ് അല്ലെ. എന്ന് വെച്ചാൽ അവരെ കൊണ്ട് അവര് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. ഈ പറയുന്ന ഒരു ഇത്തിരി പോലും മിനിറ്റ് റെസ്റ്റ് ചെയ്യാതെ ഓരോ പേഷ്യൻസിനെയും ഇങ്ങനെ നോക്കി വിടേണ്ടവരെ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒക്കെ കാഷ്വാലിറ്റി വിടണം. അപ്പൊ എന്താ പറയാ, അന്നേരം നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങളിൽ വി കനോട്ട് കീപ് അപ്പ് ദ റൂൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റേതായ കൺവെൻഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് ചിലപ്പോ കീപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോ ഹോസ്പിറ്റലിന്റെ റൂൾസിന് ചിലപ്പോ നിരക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളും ചില സർക്കംസ്റ്റാൻസസിൽ അവർക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് ഈസ് ടു സേവ് ദ ലൈഫ് ഓഫ് ലാർജ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് അല്ലെ. അന്നേരം നമ്മള് ഹോസ്പിറ്റലിലെ ചില റൂളുകൾ മാത്രം നോക്കി അയ്യോ ഇതിങ്ങനെ അല്ലല്ലോ അങ്ങനെയാണ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെല്ലുമെങ്കിൽ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഒപിയിലാണ് അല്ലെ. ഒപിയിൽ പോയിട്ട് അവിടെ നിന്ന് തുടങ്ങി അങ്ങനെ മുന്നോട്ട് കയറി പോകുക അല്ലെ. ചീട്ട് എഴുതുന്നു നമ്മുടെ ടേൺ വരുന്നത് വരെ നമ്മൾ ഏത് ഡോക്ടറെ കാണാനാണോ പോയിരിക്കുന്നത് ആ ഒരു ആളുടെ എന്താ പറയാ പുള്ളിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. നമ്മളുടെ ടേൺ വരുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ്. പക്ഷേ ഇൻ ദിസ് കേസ് ഈ പറയുന്ന ഡിസാസ്റ്റർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പ്രൊസീജിയേഴ്സ് ഒന്നും നടക്കില്ല. അപ്പൊ അതന്നെ ഒരു അഗേൻസ്റ്റ് ദ റൂളാണ് അല്ലെ. ആലോചിച്ച് നോക്കിയേ, അല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ തെറ്റിച്ച് കയറിച്ച് നോക്കിയേ അല്ലെ, പറ്റൂല അല്ലെ. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നവരെ പറ്റും. അതല്ലാതെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് തന്നെയാണ്. അപ്പോ ഈ പറയുന്ന പോലെ കാഷ്വാലിറ്റീസിൽ ലാർജ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് വരുന്നത് കൊണ്ട് അന്നേരം നമുക്ക് റൂൾസ് കീപ്പ് ചെയ്യുക എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻസ്. ഇറ്റ് ഈസ് ടു സേവ് ദ ലൈഫ് ഓഫ് ലാർജ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ്. കാഷ്വാലിറ്റീസിൽ വരുന്ന എല്ലാ ആളുകളുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെ. പറ്റുന്നവരെയൊക്കെ എന്താ പറയാ അവരെ വലിയ കുഴപ്പമൊന്നുമില്ലാത്തവരെ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കണം, ഒളിപ്പിച്ച് അവരുടേതായ സ്ഥലത്ത് എത്തിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടി വരും. ക്ലിയർ ആയോ? അത് പാരഗ്രാഫ് മനസ്സിലായോ? ഓക്കെ, ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ കേട്ടോ. ഫിസിഷ്യൻസ് ആൻഡ് ഇൻ പർട്ടിക്കുലർ സർജൻസ്. ഫിസിഷ്യൻസ് ആൻഡ് സർജൻസ് മതി. ഇൻ പർട്ടിക്കുലർ എന്ന് പറഞ്ഞ വേർഡ് വേണമെന്ന് നിർബന്ധമില്ല. ഫിസിഷ്യൻസ് and surgeons can be faced with the insuperable problems and must therefore make decisions that generally no longer keeping with the rules of conventional medicine. Okay, our sentence underline cheyidokka. ഇത്തരം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യും. കാരണം നിയമങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവർക്ക് അന്നേരം എന്താ പറയാ കീപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ഒരു നിയമങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആളുകളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അന്നേരം അവരുടെ മുമ്പിലുള്ളത്. ആ ഒരു സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം. സോ അത്തരം സാഹചര്യങ്ങളിൽ അപ്പൊ റൂൾസും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാൻ പറ്റില്ല. ഞാനാണ് ആദ്യം വന്നത്, എന്നെയാണോ ആദ്യം നോക്കട്ടെ ഡോക്ടർ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന പേഷ്യന്റ് ആണ് ആദ്യം വന്നത്, അതുകൊണ്ട് ഇവരെ നോക്കൂ, അവിടെ പറ്റില്ല. ഈ പറയുന്ന ഡിസാസ്റ്റർ എമർജൻസിയിൽ അന്നേരം നമ്മൾ എന്താ നോക്കുന്നത്, അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിൽ ഏറ്റവും എന്താ പറയാ മോസ്റ്റ് വേസ്റ്റ് കണ്ടീഷൻ ആരുടെയാണ്, നമുക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ആളാണോ, അപ്പൊ ആൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് പറഞ്ഞത്. അത് എന്താ പറയാ, അപ്പൊ നമ്മള് റൂളെല്ലാം നോക്കുക, ഇയാളല്ലേ വന്നേ ആദ്യം ഇയാളല്ലേ നോക്കണ്ടേ, അങ്ങനെ പറ്റില്ല. അപ്പൊ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മള് ചിലപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രയേജ് എന്ന് പറയുന്നത്.
വീണ്ടും ട്രയേജ് ആണ്. ട്രയേജ് മീൻസ് ടു സോർട്ട് ഔട്ട്. കൊണ്ടുവന്നിരിക്കുന്ന കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ മാസ് ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ് നിന്ന് വി ഹാവ് ടു സോർട്ട് ഔട്ട് ദ മോസ്റ്റ് എമർജൻസി ട്രീറ്റ്മെന്റ്. ആർക്കാണ് ഏറ്റവും എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് വേണ്ടത് എന്നുള്ളത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യണം. ആ സോർട്ടിംഗ് പ്രൊസീജിയർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യുന്നത്. അപ്പൊ ട്രയേജ് അതൊരു ഫ്രഞ്ച് വേർഡ് ആണ്. ഫ്രഞ്ച് വേർഡിന്റെ മീനിങ് ഇതാണ്, ടു സോർട്ട് ഔട്ട്. അപ്പോ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. The word triage comes from the French word meaning to sort out. ചെയ്തോ? ട്രയേജ് അപ്പൊ എന്താണ്? ഈ ഒത്തിരി ആൾക്കാര് അപകടത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് വി ഹാവ് ടു സോർട്ട് ഔട്ട് ദ പ്രയോറിറ്റീസ് ഫോർ ട്രീറ്റ്മെന്റ്. ഇവിടെ നിന്ന് നമ്മൾ എന്താണ് പ്രയോറിറ്റി അനുസരിച്ച് ആർക്കാണ് ആദ്യം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് ആ ഒരു മുൻഗണനാ ക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കാഷ്വാലിറ്റിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നു, ഇവോക്കേറ്റ് ചെയ്യുന്നു, ഒഴിപ്പിക്കേണ്ടവരെ ഒഴിപ്പിക്കുന്നു, ആ പറയുന്ന രീതിയിൽ. ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല. ഇറ്റ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ഫ്രം ദ 18th സെഞ്ചുറിയിൽ തുടങ്ങിയതാന്ന് പറയുന്നത്. മിലിറ്ററി മെഡിസിൻസിലൊക്കെയാണ് ആദ്യമായിട്ട് ഇത് നടത്തപ്പെട്ടത്. 18th സെഞ്ചുറി തുടങ്ങി ഇത്തരം പ്രോസസ്സിംഗുകളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് നൗ ഓൾസോ. ഇപ്പോഴും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ സൗകര്യങ്ങളും ഇതും വളരെ കുറവായിരുന്നു. പക്ഷെ ആ പറയുന്ന കാലഘട്ടത്തിലും ഈ പറയുന്ന ട്രയേജ് പ്രോസസ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ കാഷ്വാലിറ്റീസിനൊക്കെ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? സോ ഇനി നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഹൗ ദിസ് ട്രയേജ് പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട്. എങ്ങനെയാണ് ഈ സോർട്ടിങ് അല്ലെങ്കിൽ ഈ ട്രയേജ് പ്രോസസ് നടത്തുന്നത്. ഒത്തിരി ആളുകൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദുരന്തത്തില് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ഇഞ്ചുറീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ചിലപ്പോൾ ഇതൊക്കെ കണ്ടതിന്റെ ട്രോമയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. സോ ഫ്രം ദീസ് ഈ പറയുന്ന ആളുകളിൽ നിന്ന് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യും. ആരൊക്കെയാണ് ആദ്യം കൊണ്ടുപോകട്ടെ, ആരൊക്കെയാണ് നമുക്ക് ഒഴിപ്പിക്കാൻ പറ്റുക, കുഴപ്പമില്ലാത്തവരാര്, അങ്ങനെ പല രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. സോ ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു ദ പ്രയോറിറ്റി ഓഫ് ദ ട്രീറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രീറ്റ്മെന്റിന്റെ പ്രയോറിറ്റി അനുസരിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ പഠനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പഠനങ്ങൾക്കനുസരിച്ച് എന്താ പറയുക, നേരത്തെയും ഒരുപാട് ദുരന്തങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പേജിലൊക്കെ തന്നെ കണ്ടു. എന്താണ് ഒരു 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായ കുറെ ഡിസാസ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു പിക്ചർ നമുക്ക് തന്നു. മാപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ മാപ്പ് തന്നെ കാണിച്ചിട്ടുണ്ട്, അവിടെ പറയുണ്ടായി. പക്ഷെ അതിനു മുമ്പും അല്ലെ 1980 തുടങ്ങിയിട്ടാണ് പറഞ്ഞത്. അതിന് മുമ്പൊക്കെ ഇഷ്ടംപോലെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഡിസാസ്റ്ററിന്റെ ഈ ഒരു എന്താ പറയാ ഒക്കറൻസ് കൂടാൻ വർദ്ധിക്കാൻ ഇത്ര മടങ്ങൊക്കെ എത്രയും കണ്ട് ടൈംസ് ഇരട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്താ പറയാ നേരത്തെയൊക്കെ ഡിസാസ്റ്റർ നടന്നതിന്റെ അടിസ്ഥാനത്തിലും പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെ നമ്മളുടെ പ്രയോറിറ്റീസ് ഓഫ് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട പ്രയോറിറ്റി അനുസരിച്ച് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ട്രയേജിന് വേണ്ടിയിട്ട് കേട്ടോ. ദാറ്റ് ഈസ് കാറ്റഗറി നമ്പർ 1, കാറ്റഗറി നമ്പർ 2, കാറ്റഗറി നമ്പർ 3. കാറ്റഗറി നമ്പർ 1 പ്രയോറിറ്റി 1 ആണ്, ആദ്യത്തെ മുൻഗണന. ആർക്ക് ആദ്യത്തെ മുൻഗണന കൊടുക്കേണ്ടത്? നീഡ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്. ആർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവർക്കാണ്, അവരെയാണ് നമ്മൾ കാറ്റഗറി നമ്പർ 1 പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവരെ പെട്ടെന്ന് ഒരു സമയം പോലും മിനിറ്റ് പോലും വൈകിക്കാതെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. അതാണ്. അപ്പൊ എവിടെയാണ് ഡിസാസ്റ്റർ ഉണ്ടായത് ആ സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ ആ പറയുന്ന പ്രയോറിറ്റി 1 ആവശ്യമുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ആളുകളെ കാറ്റഗറി നമ്പർ 1 ആക്കുന്നു. അങ്ങനെയുള്ളവരെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇത് ഇത്തരം ആ ഒരു വിഭാഗത്തിലില്ലേ, അതായത് കാറ്റഗറി നമ്പർ 1 പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് നടത്തുന്ന ആ ഒരു എന്താ പറയാ വേണ്ടവര് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഡിസാസ്റ്റർ കഴിയുന്ന സ്ഥലത്ത് എത്ര പേരുണ്ടോ അതിൽ ഒരു 20% അത്തരം ആളുകളായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഏകദേശം ആണ്, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഇറ്റ് ഇസ് നോട്ട് അക്യുറേറ്റ് വാല്യൂ. അക്യുറേറ്റ് വാല്യൂ അല്ല, അപ്രോക്സിമേറ്റ് വാല്യൂ പറയാണത് പഠനങ്ങളിൽ നിന്നാണ്. അല്ലാണ്ട് എല്ലായിടത്തും എന്താ പറയാ ഒരു 100 പേർക്ക് എന്തെങ്കിലും അപകടം പറ്റിയ ഒരു ഡിസാസ്റ്റർ പോലെ അതിൽ 20% എന്ന് പറയുമ്പോൾ 20 പേരാണ്. 100% എന്ന് പറയുമ്പോൾ 20 പേര്. കറക്റ്റ് 20 പേർക്ക് മാത്രമേ നമ്മള് ഈ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുള്ളൂ എന്നില്ല. അങ്ങനെയല്ല കേട്ടോ. അപ്രോക്സിമേറ്റ് വാല്യൂ അവർ നടത്തിയ പഠനങ്ങളിൽ നിന്ന്
പറയുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് വരിക. ഏകദേശം 20% ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള വിഭാഗം കാറ്റഗറി നമ്പർ 1, പ്രയോറിറ്റി 1. സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. എന്താ ഡിലേഡ് ട്രീറ്റ്മെന്റ്? ഡിലേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം വൈകിയാലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവർക്ക് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കിട്ടേണ്ട ആളുകളല്ല. അങ്ങനെയുള്ള വിഭാഗം പ്രയോറിറ്റി 2ലാണ്, രണ്ടാമത്തെ മുൻഗണന. അപ്പൊ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റുകാരെ കൊണ്ടുപോയി അവരെയൊക്കെ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാറായി എങ്കിൽ തീർച്ചയായിട്ടും ഇനി നമുക്ക് സമയം കളയേണ്ട, ദർ ഇസ് ഇനഫ് ടൈം. എങ്കിൽ എന്ത് ചെയ്യാം? രണ്ടാമത്തെ കാറ്റഗറിയിൽപ്പെട്ട പ്രയോറിറ്റി 2 ആവശ്യമുള്ള ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വേണ്ടാത്തവരെ, ദാറ്റ് മീൻസ് ഡിലേഡ് ട്രീറ്റ്മെന്റ് മാത്രം ആവശ്യമുള്ളവരെ പിന്നെ കൊണ്ടുപോകാം. മനസ്സിലായോ? ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കുന്ന ആ ഒരു സമയത്തിന് ഇച്ചിരി സാവകാശം കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ്. അപ്രോക്സിമേറ്റ്ലി 40% ഓഫ് ദ കാഷ്വാലിറ്റീസ്, ഏകദേശം ഒരു 40% ആൾക്കാർ ഈ വിഭാഗത്തിൽ വരും. ആൻഡ് അടുത്തത് കാറ്റഗറി നമ്പർ 3 ആണ്. അതില് മിനിമൽ ട്രീറ്റ്മെന്റ് ആണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ എന്താ പറയാ, ചില ഫസ്റ്റ് എയ്ഡ് പോലെയൊക്കെ ചിലപ്പോൾ ചെറിയതായിട്ട് കാലിൽ ഇവിടെ കൈക്കൊക്കെ വല്ല പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ലൊക്കേഷനോ അല്ലെങ്കിൽ കൈ ഒടിഞ്ഞതോ അങ്ങനെയൊക്കെ വരുള്ളൂ അല്ലെ. വലിയ കാര്യമായിട്ടുള്ള പരിക്കുകൾ ഇല്ല. അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് മരണത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അത്തരം സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും ഇല്ലാത്ത ഒരു വിഭാഗം, അതാണ് പ്രയോറിറ്റി 3. അപ്പൊ ഇവരെയും സെക്കൻഡ് കാറ്റഗറിയിലും അതന്നെ സ്മോൾ ഇഞ്ചുറീസ് ഒക്കെ. സെക്കൻഡ് കാറ്റഗറി പെട്ട ആളുകളെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പതുക്കെ ഇവരെയും വേണമെങ്കിൽ കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ആശ്വസിപ്പിച്ച് അവരെ എവിടെയെങ്കിലുമൊക്കെ ഇവാക്യുവേറ്റ് ചെയ്ത് ഇരുത്തുക അല്ലെ. അവർക്ക് അന്നേരം വേണ്ടത് ശരിക്കും മാനസികമായ ആശ്വാസമാണ്. കാരണം വലിയ തരം ഡിസാസ്റ്റർ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ട്രോമ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ പോകില്ല. അപ്പൊ അവർക്ക് ആ ഒരു ഇതിലായിരിക്കും, എന്താ പറയാ, ഞാൻ ആ ഒരു ആഘാതം തന്നെയാണ് അല്ലെ, ആഘാതത്തിലായിരിക്കും. ഈ ആഘാതം കൊണ്ടുണ്ടാകുന്ന നമ്മളുടെ മെന്റൽ ഡിസ്ട്രക്ഷൻ ഭയങ്കര അധികമായി. ചില സംഗതികളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിന് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അത്തരം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ തേർഡ് കാറ്റഗറിയിൽ എടുത്തിരിക്കുന്നത്. സോ അപ്പോ എന്താ പറയാ, നേരത്തെ ഉള്ള പഠനങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ട്രയേജുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ പ്രയോറിറ്റി ട്രീറ്റ്മെന്റ് ഇവാലുവേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാറ്റഗറൈസേഷൻ. കാറ്റഗറി 1 പ്രയോറിറ്റി 1 ആണ്, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആണ്. കാറ്റഗറി 2 പ്രയോറിറ്റി 2 ആണ്, ഡിലേഡ് ട്രീറ്റ്മെന്റ് ആണ്. കാറ്റഗറി 3 പ്രയോറിറ്റി 3 ആണ്, മിനിമൽ ട്രീറ്റ്മെന്റ്, വളരെ മിനിമം ട്രീറ്റ്മെന്റ് മാത്രം ആവശ്യമുണ്ട്. ഓക്കെ, യെസ്, അത് മൂന്നൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ആ 3 കാറ്റഗറീസും അണ്ടർലൈൻ ചെയ്യണം. നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന കാര്യങ്ങള് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നടന്ന ഡിസാസ്റ്റർ നോക്കി പഠിച്ച് അതിൽ നിന്നും കണ്ടെത്തിയ പഠനങ്ങളിൽ നിന്നും കണ്ടെത്തിയ കാര്യമല്ല ഈ എഴുതിച്ചിരിക്കുന്നത്. ഒരുപാട് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് ആൾക്കാർ ഇങ്ങനെയുള്ള കൺക്ലൂഷൻസിലേക്ക് എത്തുക, ഇങ്ങനെയൊക്കെയാണ് എന്ന്. ഇപ്പൊ നമ്മുടെ 2018 വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പോ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ, ദാറ്റ് മീൻസ് ഡിഗ്രിക്കും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പ്രോജക്റ്റ്, അവരുടെ സെമിനാറും പ്രോജക്ട്സും ഒക്കെ പിന്നെ ലാസ്റ്റ് ആവുമ്പോ ഈ സബ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന എന്താ പറയാ കുട്ടികൾ വന്നിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വന്നിട്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വിശദമായിട്ടൊക്കെ പഠിച്ചു പോയി. എവിടെ വരെയൊക്കെ വെള്ളം കയറി അത് നോട്ട് ചെയ്തു. അവരെന്നിട്ട് എന്തൊക്കെ സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടു അല്ലെ, എവിടെയൊക്കെയാണ് നമ്മൾ നേരം റെഫ്യൂജീസ് ആയിട്ട് മാറിയത് അല്ലെ, അഭയാർത്ഥികളായിട്ട് മാറിയത് എവിടേക്കാ, എത്ര ദിവസത്തിന് ശേഷമാണ് നമ്മളിവിടെ വന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് പോയി. ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളോ അപായങ്ങളോ ഒക്കെ സംഭവിച്ചോ, ഒത്തിരി ഇൻഫോർമേഷൻസ് ഒക്കെ അവർ കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഓരോ ഡിസാസ്റ്റർ കഴിയുമ്പോഴും അതാത് സ്ഥലങ്ങളിലൊക്കെ ആളുകൾ അതിന് ഇൻട്രസ്റ്റ് എടുത്ത് റിസർച്ചുകളൊക്കെ നടത്തി, പഠനങ്ങളൊക്കെ നടത്തി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പഠനങ്ങൾ നടത്തുന്നത്. എവിടെയെങ്കിലുമൊക്കെ എഴുതി വെക്കുമ്പോൾ അതെന്താകും, പിന്നീട് അതൊരു ചരിത്രമായി മാറും അല്ലെ, ഹിസ്റ്ററി ആയി മാറും. തീർച്ചയായിട്ടും 2018 ഫ്ലഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി അങ്ങനെ കയറി പുസ്തകങ്ങളിൽ പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. 2018 കേരളത്തിലെ ഫ്ലഡ് ഉണ്ടായപ്പോ അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ കൊടുക്കേണ്ടവർ അല്ലെങ്കിൽ ഏറ്റവും അധികം നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന എന്താ പറയാ ഫിഷർമെൻ അല്ലെ, മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്നവരെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ പഠിക്കാറുണ്ട്. 8-10 ക്ലാസ്സുകളിലെ കുട്ടികളിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ
അങ്ങനെ ആകും. അപ്പൊ ആ പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ കാറ്റഗറൈസേഷൻസ് ഇങ്ങനെ നടത്തിയിരിക്കുന്നത്. സോ അതുപോലെ തന്നെ അപ്പൊ എക്സ്പീരിയൻസിൽ നിന്ന്, സോ പ്രീവിയസ് എക്സ്പീരിയൻസ് ഓഫ് ഡിസാസ്റ്ററിന്റെ ഒക്കറൻസിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് അനുഭവസ്ഥർ കണ്ടെത്തിയ കാര്യങ്ങള് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാറ്റഗറി നമ്പർ 1 about 20%. അത് വെറുതെ ഒരാൾ പറഞ്ഞതല്ല, അത് അനുഭവങ്ങളിൽ നിന്നും അവർ കണ്ടെത്തിയ പഠനങ്ങളിൽ നിന്നാണ്. ഏകദേശം ഇമ്മീഡിയറ്റ് ലൈഫ് സപ്പോർട്ടിംഗ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ലൈഫ് സേവിംഗ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവര് 20% ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള കാഷ്വാലിറ്റീസിന്, ദാറ്റ് മീൻസ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കാഷ്വാലിറ്റീസ് ആരൊക്കെയാണെന്ന് അറിയാമോ? അതവിടെ പറയുന്നുണ്ട്. those who are suffering from severe bleeding, ഭയങ്കരമായിട്ട് രക്തം പോകുക, അത് എവിടെന്നെങ്കിലും ഒക്കെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വളരെയധികം അപകടമാണ്. പിന്നെ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, ഇവിടെ ശ്വാസം എടുക്കാനോ ഇതൊക്കെ ഉള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവര്. പിന്നെ ന്യൂമോതൊറാക്സ് ഓർ ഹീമോതൊറാക്സ് ആണ്. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സിന്റെയും ചെസ്റ്റിന്റെയും ഇടയിലെ ഒരു സ്പേസ് ഉണ്ട്. ലങ്സിൽ ശ്വാസകോശവും നമ്മുടെ നെഞ്ചിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ എയർ ഇങ്ങനെ ലീക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. എയർ എന്തെങ്കിലും വായു ഇങ്ങനെ അവിടെ ആ സ്പേസിലേക്ക് ഇങ്ങനെ കടന്നു പോകും. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഹീമോതൊറാക്സ്. അതുപോലെ തന്നെ ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് ലങ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ റിബ് ഗേജിന്റെയും ഇടയിലും ഇതുപോലെ ഒരു ഹോളോ സ്പേസ് ഉണ്ട്, ഒരു ഒഴിഞ്ഞ ഒരു അറവന്ന സ്ഥലം. എവിടെയാണ്? ലങ്സിന്റെ റിബ് ഗേജില്ലേ, പിള്ളേരൊക്കെ 6 pack ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ റിബ്സ് ഇട്ടല്ലേ. അതിന്റെ അത് നമ്മളുടെ സ്കിന്നിന്റെ അകത്താണ് റിബ് തന്നെ. അത് കുറച്ചും കൂടി ഇങ്ങനെ വിസിബിൾ ആവണം എന്നാണ് അവരുടെ ബോഡി ബിൽഡേഴ്സിന്റെ ഒരു ലക്ഷ്യം. അപ്പൊ ഈ പറയുന്ന റിബ്സിന്റെയും ലങ്സിന്റെ ഇടയിലും ഒരു ഹോളോ സ്പേസ് ഉണ്ട്. അവിടേക്ക് ബ്ലഡ് ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടും. അതാണ് ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഹീമോതൊറാക്സ് വിളിക്കാം. അത്തരം അവസ്ഥകളിലൊക്കെ പെട്ടവർക്കൊക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഷോർട്ട് പോസിബിൾ ടൈം, ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമിലൊക്കെ നമ്മൾ അത്തരം അവരുടെ ആ തടസ്സങ്ങളൊക്കെ നീക്കി ആ ഒബ്സ്ട്രക്ഷൻസ് എന്ത് പ്രശ്നമാണോ അതൊക്കെ നീക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹൈപ്പോവോൾമിക് ഷോക്ക്, പെട്ടെന്ന് ഉണ്ടാകുന്ന ആഘാതത്തിൽ നിന്നുണ്ടാകുന്ന ഷോക്ക്, വലിയ ഇഞ്ചുറീസ്, അതായത് മാത്രമല്ല ഫേഷ്യൽ ബേൺസ്, മുഖത്തൊക്കെ ഇങ്ങനെ തീ, ഇപ്പൊ പല ഡിസാസ്റ്ററും ഒക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അവിടെ ഇവിടെയൊക്കെ തീപിടുത്തം ഉണ്ടാവും. അപ്പൊ ആ തീയിൽ നിന്ന് പൊള്ളലേൽക്കും. അത് മുഖത്തൊക്കെ ആണെങ്കിൽ അതും, അതുപോലെ നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, നമ്മുടെ എന്താ പറയാ ശ്വസന അവയവങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ മുകൾ ഭാഗത്തേക്കൊക്കെ ചൂടൊക്കെ ഭയങ്കരമായിട്ടൊക്കെ തട്ടിയിട്ട് അവിടേക്കൊക്കെ പൊള്ളന്റെ ആ ഒരു ആഘാതം വന്നിട്ടുണ്ടെങ്കിൽ ഓൾ ദീസ് പീപ്പിൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഷ്വാലിറ്റീസിനെയൊക്കെയാണ് നമ്മള് പെട്ടെന്ന് ആദ്യമേ തന്നെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അതായത് ഇങ്ങനെയുള്ള ഇൻജുറീസ് ആണ് ആദ്യം നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അണ്ടർലൈൻ ചെയ്യണം. ഈ കാറ്റഗറി 1 ഇൻക്ലൂഡ്സ് ദിസ് കാറ്റഗറിന് പകരം ആ ബ്രാക്കറ്റില് ഇമ്മീഡിയറ്റ്ലി ചോദിച്ചത് ഇമ്മീഡിയറ്റ്ലി കേട്ടോ. അതിനകത്ത് ചില ഈ പറയുന്ന കാറ്റഗറി 1 വരുന്ന കാഷ്വാലിറ്റീസ് ആരൊക്കെയാണ് എന്നൊക്കെ ചോദിക്കും. ഏതൊക്കെ രീതിയിൽ സഫർ ചെയ്യുന്നവരാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, പിന്നെന്താ ഹൈപ്പോവോൾമിക് ഷോക്ക്, സീരിയസ് ഇഞ്ചുറീസ്, ഫേഷ്യൽ ബേൺസ്, പിന്നെ ബേൺസ് ടു ദ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ പഠിച്ചാൽ മതി. സെന്റൻസ് അങ്ങനെ കാണാൻ പറഞ്ഞു പഠിക്കണ്ട. കാറ്റഗറി 1 വരുന്ന ആ പഠിക്കുമ്പോ അങ്ങനെ പഠിച്ചാൽ മതി. പക്ഷെ ഞാൻ അണ്ടർലൈൻ ചെയ്തപ്പോ അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് തന്നു മാത്രം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. Then delayed treatment ആണ് അടുത്തത്. Delayed treatment കാറ്റഗറി നമ്പർ 2 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ് ഹാഡ് found that 40% of the casualties belongs to this category number 2. 40% ആളുകളാണ് ഈ ഒരു കാഷ്വാലിറ്റി വിഭാഗത്തിൽ വരിക. ഇവിടെ എന്താ പറയാ വലിയ കാര്യമായിട്ടുള്ള എന്താ പറയാ വലിയ ഇഞ്ചുറീസ് ഒന്നുമില്ല. പക്ഷെ അവര് എന്താ പറയാ അക്യൂട്ട് ഡേഞ്ചർ സിറ്റുവേഷൻ ഒന്നുമില്ല, സീരിയസ് ആയിട്ടുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ ഒന്നുമില്ല. അത് ഓവർകം ചെയ്ത ആൾക്കാരാണ്. സോ ദാറ്റ് അങ്ങനെയുള്ളവരായതുകൊണ്ട് തന്നെ they can be given treatment within the next 6 to 8 hours. അടുത്ത 6 or 8 മണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി ഇവർക്ക്. മനസ്സിലായോ? കാരണം ഇത് ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞ 1ാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടുപോയിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അവർക്ക് ട്രീറ്റ്മെന്റ് അവിടെ കൊടുത്ത് ഒന്ന് ഇതാക്കട്ടെ, അവരെയൊക്കെ ഒന്ന് കാഷ്വാലിറ്റിന്ന് മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് അവരെ ഒന്ന് ശാന്തരാക്കി എന്താ പറയാ അവരുടെയൊക്കെ ജീവൻ രക്ഷിച്ചെടുത്തു എന്ന്
ഉറപ്പുവരുത്തിയിട്ട് ആണ് എന്ത് ചെയ്യാ അടുത്ത വിഭാഗത്തെ ഉള്ള ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിന് സമയം എടുക്കും. അതുകൊണ്ടാണ് ഒരു 6-8 മണിക്കൂർ വരെ ഡിലേ ചെയ്താലും nothing can happen because they are not in acute danger. കാരണം അവർ അത്ര വലിയ acute danger സിറ്റുവേഷനിലല്ലാത്തതുകൊണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? അതിൽ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യനിലെ അതെ ഈ പാരഗ്രാഫിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കാറ്റഗറി നമ്പർ 2. അതായത് നമുക്ക് എന്താ പറയാ ഡിലേഡ് ട്രീറ്റ്മെന്റ് കാറ്റഗറിയിൽ എത്ര സമയത്തിനുള്ളിൽ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയാൽ മതി എന്നുള്ളൊരു സാധനം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് മുഴുവനൊന്നും അടയാളപ്പെടുത്താൻ പറയുന്നില്ല. നിങ്ങൾ ഇത്രയും മാത്രം അടയാളപ്പെടുത്താൻ അത് മനസ്സിലാക്കുക. ഏതാണ് കാറ്റഗറി നമ്പർ 2 ഓപ്പറേഷൻസ് ഓർ ട്രീറ്റ്മെന്റ് ക്യാൻ ബി പെർഫോംഡ് വിത്തിൻ നെക്സ്റ്റ് 6 to 8 hours എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അത് ഈ വിഭാഗത്തിലാണ് അത് ആവശ്യം. കാറ്റഗറി നമ്പർ 2 ഒന്നാമത്തെ കാറ്റഗറിയിൽ 6 to 8 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല ആൾക്കാരെ വെച്ചിട്ട്. ഇനി ഈ പറയുന്ന കാറ്റഗറിയിൽ എന്തൊക്കെ തരത്തിലുള്ള ആളുകൾ ഏതൊക്കെ രീതിയിൽ സഫർ ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് കാറ്റഗറി നമ്പർ 2 പെടുത്താൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻ. ഏതാ ഫ്രാക്ചേഴ്സ്? കയ്യോ കാലോ കുഴലിലോ ഒക്കെ പൊട്ടി. അപ്പൊ കാലൊക്കെ ഒടിഞ്ഞെന്ന് ചോദിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് വേദന സഹിക്കേണ്ടി വരുന്നു മാത്രം. അത്രയും സമയമൊക്കെ അത് കഴിയുമ്പോൾ ട്രീറ്റ്മെന്റ് കൊടുത്താലും മതി. കാരണം അതിനേക്കാൾ വലിയ അക്യൂട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാറ്റഗറി നമ്പർ 1 നിർത്തി കൊണ്ടുവരികയാണ്. ഇവർക്ക് ഇച്ചിരി ഡിലേ ചെയ്താൽ പ്രശ്നമില്ല. ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ. ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കുഴ തെറ്റുക എന്ന് പറയില്ലേ നമ്മള്? കുഴ തെറ്റുക എന്ന് പറയില്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ എടുക്കുക. കുഞ്ഞിതിൽ തന്നെ ചില പിള്ളേർക്ക് എവിടെയെങ്കിലൊക്കെ ചെറുപ്പം പിടിച്ച് തൂങ്ങുമ്പോ പെട്ടെന്ന് ഇങ്ങനെ കൊള്ള തെറ്റും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒരു ലോക്കാണ് നമ്മളുടെ ഈ ജോയിന്റുകളൊക്കെ ഇങ്ങനെ മടക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഒരു ലോക്കാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ കൈയും വിരലുകളൊക്കെ ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അതല്ലെങ്കിൽ ആ ഒരു കുഴ ഇല്ലെങ്കിൽ ആ ജോയിന്റ് ഇങ്ങനെ ഒരു കണ്ണി പോലെ യോജിപ്പിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കയ്യിൽ മുടക്കാൻ പറ്റില്ല, ഇങ്ങനെ സ്റ്റിഫായി വെച്ചോളൂ അല്ലെ? ഭക്ഷണം എഴുതാൻ പറ്റില്ല, നമ്മള് എഴുതാൻ പറ്റില്ല, കൈ നോക്കി എഴുത്തൊക്കെ വളയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് ആ ഒരു റേഡിയസിൽ നിന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ്. പക്ഷെ അവിടെ ലോക്കുകൾ ഉണ്ട്. ഇതൊക്കെ ലോക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത്, ചുരുക്കാൻ പറ്റുന്നതൊക്കെ. ആ ലോക്കൊക്കെ തെറ്റിപ്പോകും ചില സമയത്ത്. അത് പിടിച്ചിടാവുന്നതേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ചില കുട്ടികൾക്ക് ചെറുതിലെ അങ്ങനെ ഉണ്ടാവും. ഒരു പ്രായമാകുമ്പോ ഓക്കെ ആവും. അവര് അതിലൊക്കെ ബോണൊക്കെ ഒന്ന് സ്ട്രോങ് ആയി കഴിയുമ്പോൾ അവർ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന കാൽഷ്യം ഒക്കെ അവരെ ബോണിന്റെ സ്ട്രോങ് കൊടുത്ത് സ്ട്രെങ്ത് ആക്കി കഴിയുമ്പോൾ മാറിപ്പോകും. അതങ്ങനെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് വലുതായി കഴിയുമ്പോഴായിരിക്കും ഉണ്ടാകുക ഇടയ്ക്ക് കുഴം തെറ്റുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ എന്താ പറയാ, ഇഞ്ചുറീസ് ടു ദ അബ്ഡമൻ ആൻഡ് തൊറാക്സ്. നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ അബ്ഡമൻ വയറിന്റെ ഭാഗത്തൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്. യൂറോജെനിറ്റൽ ട്രാക്ട്, യൂറിനറി അതുപോലെ തന്നെ ജെനിറ്റൽ ട്രാക്ട് ലൈക്ക് കിഡ്നി, യുറേത്ര, അങ്ങനെയുള്ള യുറേറ്റേഴ്സ്, ഇതിനൊക്കെ സംഭവിക്കുന്ന ചില ഇഞ്ചുറീസ്. പിന്നെ സ്കൾ ഓർ ബ്രെയിൻ, ബ്രെയിൻ അല്ലെങ്കിൽ സ്കൾ, അതിനൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്. പിന്നെ സെക്കൻഡ് ഡിഗ്രി ബേൺ. ഫസ്റ്റ് ഡിഗ്രി ബേൺ നമ്മുടെ ഫേഷ്യൽ ബേൺസ്, അതുപോലെ തന്നെ ബേൺസ് ഓഫ് അപ്പർ ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട് നമ്മൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞു. ഇവിടെ സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണ്. അത് ഏകദേശം 20 to 30% ഓഫ് ദ ബോഡി. ശരീരത്തിന് 20-30% ബോഡിയിൽ ഇങ്ങനെ പൊള്ളലേറ്റതോ അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ബേൺസ് 20% ഓഫ് ദ ബോഡി, അതായത് ഏകദേശം 20% ഒക്കെ വന്നിരിക്കുന്ന പൊള്ളലുകളോ ഒക്കെയാണ് സെക്കൻഡ് കാറ്റഗറി ആയിട്ടുള്ള ഡിലേഡ് ട്രീറ്റ്മെന്റിൽ വരുന്നത്. ഓക്കെ, ആ ഒരു സംഭവം കൂടി അണ്ടർലൈൻ ചെയ്യണം. ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ്, സെക്കൻഡ് കാറ്റഗറി ഇൻക്ലൂഡ്സ് suffering from fractures and dislocation, injuries to the abdomen and thorax, urogenital tract, the skull or brain, 2-degree burns covering 20 to 30% of the body. ഇതുവരെ മതി, അത്ര മതി കേട്ടോ. Category number 2, delayed treatments. ഇനി അടുത്ത കാര്യം അവർ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സംടൈംസ് ഈ പറയുന്ന നമ്മളിങ്ങനെ കാറ്റഗറി ഒക്കെ തിരിച്ചു വെച്ചു, പക്ഷെ കാറ്റഗറി തിരിച്ചാലും പിന്നീട് there may be changes. That means if we are taken some casualties in category number 1, ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുത്തി, അവരെ ചിലപ്പോൾ നമുക്ക് കുറെ കഴിയുമ്പോൾ അവരെ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. എന്നുവെച്ചാൽ അവര് ഒരുവിധം എന്തെങ്കിലും രീതിയിൽ ഓക്കെ ആയി.
അതല്ല, നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സിറ്റുവേഷൻ ബിക്കം വേഴ്സ്റ്റ്, കുറച്ചുകൂടി സാഹചര്യം മോശമായി, അവരെ വേണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാറ്റഗറിയിലേക്ക് പെടുത്തേണ്ടതും ആവശ്യമുണ്ട്. മനസ്സിലായോ? ട്രയൽസ് ഞങ്ങൾ ചെയ്തത് ഇതൊക്കെയാണ്. 3 കാറ്റഗറി ആയിട്ട് പെടുത്തിയിട്ട് ഇനി ഇത് മാറ്റമൊന്നും ഇല്ല എന്നും പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കാൻ പറ്റില്ലാന്ന്. ചില സമയത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് കാറ്റഗറി 1 ഉണ്ടായിരുന്ന ആൾക്കാരെ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു കാറ്റഗറി നമ്പർ 2, അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 2 ഉണ്ടായിരുന്നവരെ കാറ്റഗറി നമ്പർ 1 മാറ്റേണ്ടത് ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറേണ്ടി വരും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മള് ട്രയലേജ് നടത്തുന്ന ഓഫീസേഴ്സ് അത് അവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടി ആലോചിച്ച് വെച്ചോളൂ. മനസ്സിലായോ? ലാസ്റ്റ് സെക്കൻഡ് ഒരു പാരഗ്രാഫിലെ കാറ്റഗറി നമ്പർ 2 പറഞ്ഞിരിക്കുന്നത് ക്ലിയർ അല്ലേ? അപ്ഗ്രഡേഷനും അതുപോലെ തന്നെ ഡീഗ്രഡേഷനും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കാറ്റഗറി നമ്പർ 2 കാറ്റഗറി നമ്പർ 1 മാറ്റേണ്ടി വരും. അതുപോലെ കാറ്റഗറി നമ്പർ 1 ചിലപ്പോൾ ചില ആൾക്കാരെ കാറ്റഗറി നമ്പർ 2 ഡീഗ്രേഡ് ഡൗൺഗ്രേഡും ചെയ്യേണ്ടി വരും. സെന്റൻസ് ക്ലിയർ ആയോ? Yes, and the next one is minimum treatments. ഏറ്റവും കുറവ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കാറ്റഗറിയാണ് മിനിമം ട്രീറ്റ്മെന്റ് കാറ്റഗറി, അല്ലെങ്കിൽ പ്രയോറിറ്റി 3 കാറ്റഗറി നമ്പർ 3. ഇതും കാഷ്വാലിറ്റീസിന്റെ ഏകദേശം 40% കാഷ്വാലിറ്റീസ് കാണും എന്നാണ് പഠനങ്ങൾ മുൻ കാലഘട്ടങ്ങളിൽ നടന്ന റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെ എന്താ പറയാ, ഇത് സെലക്ട് ചില എന്താ പറയാ ഇങ്ങനെയുള്ള ആൾക്കാരെ തരംതിരിക്കുമ്പോൾ പർട്ടിക്കുലർലി അത്ര തരംതിരിവ് നടത്തുമ്പോൾ ഡോക്ടേഴ്സ് ഒക്കെയാണ് സെലക്ട് ചെയ്യുക. കാരണം അവർക്ക് അത്രയധികം കുഴപ്പങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒളിമ്പിക് കാണുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നമുക്കാണ്, ചില ഡോക്ടേഴ്സിന് ചിലപ്പോൾ എന്താ പറയുക ഫിസിക്കൽ അപ്പിയറൻസ് ചെയ്യുന്ന ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ഡോക്ടേഴ്സിന് കുറച്ചുകൂടി നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കിയാൽ നോക്കിയാൽ ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ടെത്താൻ പറ്റും. അപ്പൊ ആ കാറ്റഗറൈസേഷൻ നടത്തുമ്പോൾ ഡോക്ടേഴ്സ് സ്പെഷ്യലി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. ചെറിയതായിട്ടുള്ള വൂൺസ് ഇഞ്ചുറീസ് ഒക്കെ ഉള്ളവരെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താന്ന് പറഞ്ഞു. ലൈക്ക് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. കാഷ്വാലിറ്റി സഫറിംഗ് ഫ്രം മൈനർ വൂൺസ്, ചെറിയ ചെറിയ കുരുങ്ങുകള്, ഫ്രാക്ചേഴ്സ് ഓഫ് സ്മോൾ ബോൺസ്, ചെറിയ എല്ലിന്റെ പൊട്ടലുകള്, സ്പ്രെയിൻസ്, ഉളുക്കിട്ടാ സ്പ്രെയിൻസ് പറഞ്ഞ ഉളുക്ക്, കൈകാലൊക്കെ എവിടെയെങ്കിലും ഉളുക്കി. പിന്നെ സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണ് 20% ഓഫ് ദ ബോഡി കവറിങ് 20%-നേക്കാൾ കുറവ്, 20% കുറവ് മാത്രം ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൊള്ളലുകളൊക്കെ വന്നിരിക്കുന്നത്. ഇവർക്ക് എന്ത് ചെയ്യണം? ഇവർക്ക് ലാസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. പക്ഷെ ബിഫോർ ദാറ്റ് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഹോസ്പിറ്റൽസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആവശ്യത്തിന് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സമയത്തിനുള്ളിലെ എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്താൽ അവർ വേദനയൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ വേദനയൊക്കെ ഒന്ന് കുറയ്ക്കാനോ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാം. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല ബിഫോർ ദാറ്റ്. ഓക്കെ, അതിനുശേഷം ഈ പറയുന്ന ഫസ്റ്റും സെക്കൻഡും കാറ്റഗറി ഒക്കെ ഓൾറെഡി ഓൾമോസ്റ്റ് തീരുകയാണെങ്കിൽ ഫർദർ ദേ ഹാവ് ടു ബി ഗിവൺ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾ മിനിമം കാറ്റഗറി എന്ന് പറയുന്നതില് 4 കാഷ്വാലിറ്റീസ് സഫറിംഗ് ഫ്രം, ഈ 4 കാഷ്വാലിറ്റീസ് വേണ്ട കാറ്റഗറി നമ്പർ 3 അല്ലെങ്കിൽ മിനിമം ട്രീറ്റ്മെന്റ് കാറ്റഗറി നമ്പർ 3 എന്താ പറയാ ആർ ദ കാഷ്വാലിറ്റീസ് സഫറിംഗ് ഫ്രം, അങ്ങനെയാണ് പഠിക്കേണ്ടത്. പക്ഷെ അത് പോയിന്റില് നമ്മുടെ സെന്റൻസ് വെച്ച് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ചേർത്ത് പഠിച്ചാൽ മതി. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് സർവീസ് ഫോർ ദ ടൈമിംഗ്, സമയത്തിന് അവർക്ക് ആവശ്യമുള്ള ഫസ്റ്റ് എയ്ഡുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് നമ്മളിവിടെ പറഞ്ഞു പോയെങ്കിൽ 2-3 കാര്യങ്ങള് എന്താ പറയാ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ആണെങ്കിലേ പിന്നീട് നോക്കുമ്പോ അതെന്താണെന്ന് വായിക്കുന്ന സമയത്ത് ടീച്ചർ എന്തോ പറഞ്ഞല്ലോ, എന്താണാവോ എന്ന് ഒരു ആലോചിച്ചിരിക്കേണ്ടി വരാതിരിക്കാൻ വേണ്ടി 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞിരുന്നു. അതിന് ഫസ്റ്റ് വൺ റെസിഡന്റ് ഫിസിഷ്യൻ ആണ്. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത് എന്താണെന്ന്? റെസിഡന്റ് ഫിസിഷ്യൻ ആരാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നോട്ട് ചെയ്യാം, നമുക്കൊന്ന് എഴുതി വെക്കാം. അതിനാണ് ചോദിക്കുന്നത്. ലൈസൻസ്ഡ് മെഡിക്കൽ ഓഫീസറാണ്, മെഡിക്കൽ ഡോക്ടറാണ്. ഓക്കെ, യെസ്. അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടെ. അറിയില്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എല്ലാവരും എഴുതിക്കോ വേണമെങ്കിൽ റെസിഡന്റ് ഫിസിഷ്യന്റെ അവിടെ തന്നെ വേണമെങ്കിൽ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ അങ്ങനെ എഴുതി വെച്ചാൽ മതി.
A licensed medical doctor. A licensed medical doctor who completed PG training program. PG ഒക്കെ കഴിഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞവര് അങ്ങനെയുള്ള ലൈസൻസ് കിട്ടിയ മെഡിക്കൽ ഡോക്ടറെയാണ് നമ്മൾ റെസിഡന്റ് ഫിസിഷ്യൻ എന്ന് വിളിക്കുക. കംപ്ലീറ്റഡ് PG ട്രെയിനിങ് പ്രോഗ്രാം. പിന്നെ നമ്മൾ പറഞ്ഞത് ന്യൂമോതൊറാക്സും അതുപോലെ ഹീമോതൊറാക്സും ആണ്. അതും കൂടി ഒന്ന് എഴുതി വെച്ചേക്കാം. ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിൽ എഴുതാം. എയർ ലീക്ക്, എയർ AIR, എയർ ലീക്ക് ടു ദ സ്പേസ് ബിറ്റ്വീൻ. വളരെ ഷോർട്ട് ആയിട്ടാണ് പറയുന്നുള്ളൂ, വളരെ ഇതൊന്നും നമ്മൾ പറയുന്നില്ല, വളരെ ഷോർട്ട് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളൂ. നമുക്ക് കാര്യം അറിഞ്ഞാൽ മതി. എയർ ലീക്ക് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ ലങ് ആൻഡ് ചെസ്റ്റ് വാൾ. ലങ് ആൻഡ് ചെസ്റ്റ് വാൾ, നെഞ്ചിന്റെ ഭിത്തിയും ലങ്സിന്റെയും ഇടയിലുള്ള സ്പേസിലേക്ക് എയർ ലീക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. It is called pneumothorax. Idiom. Yes, and the next one, hemothorax. Hemothorax, അതൊക്കെ സീരിയസ് കണ്ടീഷൻ ആണ്, വളരെ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണ്. Hemothorax എഴുതാം. A condition in which blood collects, COLLECTS, collects in the hollow space between lung and rib cage. Lung and rib cage. ലങ്സിന്റെയും റിബ് കേജിന്റെയും ഇടയിലുള്ള ഒരു ഹോളോ സ്പേസ് ഉണ്ട്, ഒരു അറ പോലത്തെ. അവിടേക്ക് ബ്ലഡ് വന്ന് കളക്ട് ചെയ്യപ്പെടുക, ആ ഒരു അവസ്ഥയാണ്. അത് സീരിയസ് കണ്ടീഷൻ തന്നെയാണ്. അതാണ് ഹീമോതൊറാക്സ്. പിന്നെ പറഞ്ഞു യൂറോജെനിറ്റൽ ട്രാക്ട് അല്ലെ, അതാണ് യൂറോജെനിറ്റൽ ട്രാക്ട്. എവിടെ നോക്കിയേ, കണ്ടുപിടിച്ചേ, കണ്ടോ? യൂറോജെനിറ്റൽ ട്രാക്ട് കണ്ടോ? എഴുതിക്കോ. includes urinary and genital tracts, 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 യൂറിനറിയും ജെനിറ്റലും ട്രാക്റ്റുകളും ഉൾപ്പെടുന്നതാണ് യൂറോജെനിറ്റൽ ട്രാക്ട്. അതിന്റെ കൂടെ ഒരു ഹൈഫ്രേറ്റഡ് എഴുതുക. അത് ഏതൊക്കെയാണ് ആ അവയവങ്ങൾ, ആ ഓർഗൻസ്. ഹൈഫ്രേറ്റഡ് എഴുതാൻ കിഡ്നി, പറയുന്ന സിസ്റ്റത്തിന്റെ അകത്ത് വരുന്ന കുറച്ച് ഓർഗൻസ് ആണ്. കിഡ്നി, യുറേറ്റേഴ്സ്, മൂത്രനാളി, മൂത്രാശയം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. യുറേറ്റേഴ്സ്, യൂറിനറി ബ്ലാഡർ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് സംഭരിച്ച് വെക്കുന്ന ഒരു സംഭവമാണ് യൂറിൻ ബ്ലാഡർ. യുറേത്ര, URETRA, യുറേത്ര. ഓക്കെ, എഴുതിയല്ലോ. ഇനി എഴുതാൻ ആർക്കെങ്കിലും പറ്റാതെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണേ നിങ്ങൾ എഴുതിയവര്. അപ്പൊ അവർക്കൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലിടോ ചെയ്യാം. അവർക്കത് കാണാം. ദിവസം ബാക്കിയുള്ള ഭാഗം നമുക്ക് എടുക്കാം. സോ ബൈ, താങ്ക് യു. ഹീമോതൊറാക്സ് കിട്ടിയിട്ടില്ല, സുജിത്ത് എന്ന് വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടാ. ഓക്കെ, നന്നായിട്ട് വായിക്കുക. സിമ്പിൾ ആണ്, എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് വായിച്ച് മനസ്സിലാക്കാനും. ഓക്കെ, സോ സീ യു ടുമോറോ. ബൈ.